കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. നമ്മൾ പാർട്ടിക്കിൾസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എൻട്രോപ്പി എങ്ങനെ വരും എന്നുള്ളതായിരുന്നു. എൻട്രോപ്പിയുടെ ഇക്വേഷൻ S=kb log ഒമേഗ നമ്മൾ പറഞ്ഞായിരുന്നു. ഒമേഗ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആണ്. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. ദെൻ അവസാനം പറഞ്ഞത് n പാർട്ടിക്കിൾ നമുക്കുണ്ടാവും. രണ്ട് എത്ര ഒരു L സ്റ്റേറ്റ്സ് ഉണ്ടാവും. n പാർട്ടിക്കിൾ L സ്റ്റേറ്റ്സ്. L വേണ്ട, X Y സ്റ്റേറ്റ്സ്. Y സ്റ്റേറ്റ്സ് ഓരോന്നും Y1 Y2 Y3 Y4 എക്സെട്ര അപ് ടു ഒരു yn സ്റ്റേറ്റ്സ്. ഓക്കെ. ദെൻ ഫസ്റ്റ് സ്റ്റേറ്റിൽ n1 പാർട്ടിക്കിൾ, സെക്കൻഡ് സ്റ്റേറ്റിൽ n2 പാർട്ടിക്കിൾ, തേർഡ് സ്റ്റേറ്റിൽ n3 പാർട്ടിക്കിൾ, അങ്ങനെയാണ് ഫില്ല് ചെയ്തു പോകുന്നതെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ n2 ഫാക്ടോറിയൽ ഓക്കെ കോമയല്ല ഇൻറ്റു ക്യാപിറ്റൽ N ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ എക്സെട്ര ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ നമ്മളെപ്പോഴും പൈ എന്ന് കാണിക്കും, പൈ ഓവർ i ni ഫാക്ടോറിയൽ. ഇതാണ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. ഇതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്നത്. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Consider a large number of n localized particles in an external magnetic field H. Consider a large number of n localized particles in an external magnetic field H, and each has spin 1/2, and each has spin 1/2. Find the number of available microstates find the number of available microstate in terms of m, in terms of m, the z component of total spin of the system.
and also find the entropy of the system, and also find the entropy of the system. Consider a large number of n localized particles in an external magnetic field H, and each has spin half. Find the number of available microstates in terms of m, and also find the entropy of the system. n particles ഉണ്ട്, each has spin half. The question complete അല്ലേ? Localized particle in an external magnetic field. And each has spin half. And so large number of n localized particles in an external magnetic field. Okay, ഇവിടെ പ്ലസ് ഓർ മൈനസ് ഹാഫ് ഉണ്ട് കേട്ടോ. ഈച്ച് ഹാസ് സ്പിൻ പ്ലസ് ഓർ മൈനസ് ഹാഫ്. ഓക്കെ, അങ്ങനെയാണ്. n പാർട്ടിക്കിൾസ് ഉണ്ട്, ഓരോ ഇതിനും പ്ലസ് ഓർ മൈനസ് ഹാഫ്, പ്ലസ് ഹാഫ് സ്പിൻ അല്ലെങ്കിൽ മൈനസ് ഹാഫ് സ്പിൻ, അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് അവൈലബിൾ മൈക്രോസ്റ്റേറ്റ്സ് ഇൻ ടേം ഓഫ് m ആണ്. നമ്പർ ഓഫ് അവൈലബിൾ മൈക്രോസ്റ്റേറ്റ്സ് ഇൻ ടേം ഓഫ് m. ഒമേഗ കണ്ടെത്തണം എമ്മിന്റെ ടേംസിൽ, അത്രേ ഉള്ളൂ. നമ്മൾ കൺസിഡർ ചെയ്യാണ് n പാർട്ടിക്കിൾസ് ഉണ്ട്, അതിന് രണ്ടിനും എടുക്കാൻ പറ്റുന്ന സ്പിൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ഹാഫ്. താഴത്തെ പാർട്ടിക്കിൾ n1, അതായത് മൈനസ് ഹാഫ് സ്പിന്നുള്ള n1 പാർട്ടിക്കിളും പ്ലസ് ഹാഫ് സ്പിന്നുള്ള n2 പാർട്ടിക്കിളും ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. n പാർട്ടിക്കിൾസ് ഉണ്ട്, രണ്ട് സ്പിൻ സ്റ്റേറ്റ് പറയുന്നുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യാണ് സ്പിൻ ഡൗൺ സ്റ്റേറ്റിൽ n1 പാർട്ടിക്കിളും സ്പിൻ അപ്പ് സ്റ്റേറ്റിൽ n2 പാർട്ടിക്കിളും ആണ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ദെൻ m എന്ന് പറയുന്നത് n1 into മൈനസ് ഹാഫ് പ്ലസ് n2 into പ്ലസ് ഹാഫ് ആണ്. ഇതിൽ നിന്ന് എന്തെഴുതാം? 2m ഈക്വൽ ടു n1 മൈനസ് n2 എന്നെഴുതാം. Then n എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് n1 പ്ലസ് n2. ഇപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, 2m ഈക്വൽ ടു n1 മൈനസ് n2. Then ഇതിൽ നിന്ന് n1 n2 കണ്ടെത്തണം. n പ്ലസ് 2m ഈക്വൽ ടു 2n1 എന്ന് കിട്ടും. n1 ഈക്വൽ ടു n പ്ലസ് 2m ബൈ 2. ഇത് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്താലോ 2n2 ഈക്വൽ ടു n മൈനസ് 2m എന്ന് കിട്ടും. n2 ഈക്വൽ ടു n മൈനസ് 2m ബൈ 2. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. n1ഉം n2ഉം ഇൻ ടേംസ് ഓഫ് m-ലേക്ക് മാറ്റണം, അതാണ് നമ്മുടെ ടാസ്ക്. ക്വസ്റ്റ്യൻ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കുക. നമുക്ക് n പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്, അതിനും രണ്ടിനും എടുക്കാവുന്ന സ്പിൻ പ്ലസ് ഓർ മൈനസ് ഹാഫ് ആണ് തന്നിട്ടുണ്ട്. ഞാൻ പറയുകയാണ്, നമുക്കറിയില്ല എത്ര സ്പിൻ ഡൗണിൽ എത്ര എണ്ണമാണ്, സ്പിൻ അപ്പിൽ എത്ര എണ്ണമാണെന്ന് അറിയില്ല. ഞാൻ n1 പാർട്ടിക്കിളും n2 പാർട്ടിക്കിളും അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക.
രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ n കിട്ടും. ദെൻ m എന്ന് പറയുന്നത് n1 into spin down minus half plus n2 into spin up ആണ് 1/2. അതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും 2m equal to n1 minus n2. Then total number of particles എന്ന് പറയുന്നത് n1 plus n2 ആണ്. നമുക്കപ്പോൾ രണ്ട് ഇക്വേഷൻ ആയി n1 ഉം n2 ഉം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എൻട്രോപ്പി കണ്ടെത്തിയാൽ പോരെ? അല്ല, ഇനി നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ അല്ലേ? നമുക്ക് രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, ടോട്ടൽ n പാർട്ടിക്കിൾ ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റിൽ n1 പാർട്ടിക്കിളും രണ്ടാമത്തെ സ്റ്റേറ്റിൽ n2 പാർട്ടിക്കിളും ആണ് ഫില്ല് ചെയ്തതെങ്കിൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ n ക്യാപിറ്റൽ N ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ n2 ഫാക്ടോറിയൽ ആയിരിക്കും നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. ഇനി എൻട്രോപ്പി ഇനി ഇൻ ടേംസ് ഓഫ് എമ്മിലേക്ക് മാറ്റണം. n1 ഉം n2 നമ്മളിപ്പോ കണ്ടെത്തിയിട്ടുണ്ട്, അതെടുത്ത് എഴുതുക. n1 ഈക്വൽ ടു n പ്ലസ് 2m/2, n2 ഈക്വൽ ടു n മൈനസ് 2m/2. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഒമേഗ ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n പ്ലസ് 2m/2 ഫാക്ടോറിയൽ n മൈനസ് 2m/2 ഫാക്ടോറിയൽ. ഇനി എൻട്രോപ്പി ഈക്വൽ ടു kb log omega. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. is equal to kb log n factorial divided by n plus 2m/2 factorial into n minus 2m/2 factorial. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. Consider a system of n localized particle. Consider a system of n localized particle distributed in two cells having energy zero and epsilon. There are n number of particles in the cell with energy E. Find the number of microstate. And സർ ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. ക്വസ്റ്റ്യൻ പകുതി എഴുതിയതേ വന്നിട്ടുള്ളൂ സ്ക്രീനിൽ.
ഇപ്പൊ ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ വന്നോന്ന് തോന്നുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. കൺസിഡർ എ സിസ്റ്റം ഓഫ് n ലോക്കലൈസ്ഡ് പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 2 സെൽസ്. ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ടോ ഇപ്പം? മാഹിർ, ഓഡിയോ ഇപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. സാറെന്താണെന്ന് പറയൂ. Consider a system of n localized particle distributed in 2 cells. Okay. Consider a system of n localized particles distributed in 2 cells having energy 0 and E. There are n number of particles in the cell with the energy E. Find the number of microstate and also find the entropy in terms of average energy U. ഇതാണ് ക്വസ്റ്റ്യൻ. അജേഷ് മൈക്ക് വർക്ക് ചെയ്യോ? ഓക്കെ, മാഹിർ ഈ പ്രോബ്ലം ഒന്ന് ചെയ്യണം. മാഹിർ ഓക്കെ, ഈ പ്രോബ്ലം ചെയ്യണം. ഈ പ്രോബ്ലത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് പറയോ? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് പറഞ്ഞാൽ മതി. രണ്ട് സെൽസിലായിട്ട് രണ്ട് സ്റ്റേറ്റ്, സെൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് എനർജി സ്റ്റേറ്റ്, സീറോയും ഇയും എനർജി ഉള്ള രണ്ട് എനർജി സ്റ്റേറ്റ്. അതിൽ എത്ര പാർട്ടിക്കിൾ ഫില്ല് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ N പാർട്ടിക്കിൾ ഫില്ല് ചെയ്യുന്നുണ്ട്. ഓഡിയോ ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് എനർജി സ്റ്റേറ്റ്സ്, സീറോ എനർജി ഉള്ള ഒരു സ്റ്റേറ്റും ഇ എനർജി ഉള്ള ഒരു സ്റ്റേറ്റും. അതിൽ N പാർട്ടിക്കിൾസ് ഫില്ല് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ N പാർട്ടിക്കിൾസ്. ഇപ്പോഴും ഓഡിയോ ബ്രേക്ക് ആണോ മാഹിർ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? സ്മോൾ n പാർട്ടിക്കിൾസ് ഉള്ളത് ഇയിലാണ്. ഓക്കെ, അത് കിട്ടിയാൽ മതി. സ്മോൾ n പാർട്ടിക്കിൾസ് ഉള്ളത് ഇയിലാണ്. ദെൻ അപ്പം സീറോ എനർജി സ്റ്റേറ്റിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? അത്രേ ഉള്ളൂ. ഇനിയിപ്പം നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് പറഞ്ഞേ അല്ല, നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ സ്മോൾ ഫാക്ടോറിയൽ ഇൻടു ക്യാപിറ്റൽ N മൈനസ് n ഫാക്ടോറിയൽ. ഓക്കെ, ദെൻ എൻട്രോപ്പി ഈക്വൽ ടു KB log ഒമേഗ. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അവര് എൻട്രോപ്പി ചോദിച്ചിരിക്കുന്നത് ആവറേജ് എനർജിയുടെ ടേംസിലാണ്. ആവറേജ് എനർജി യു എന്ന് പറഞ്ഞാൽ ആവറേജ് എനർജി. ആവറേജ് എനർജി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനർജി എന്നാണ്. നമുക്ക് n പാർട്ടിക്കിൾ ഈ എനർജിയിലും n മൈനസ് n പാർട്ടിക്കിൾ സീറോ എനർജിയിലും തന്നാൽ ആവറേജ് എനർജി എന്ന് പറയുന്നത് സ്മോൾ n ഇൻറ്റു ഇ പ്ലസ് n മൈനസ് n ഇൻറ്റു സീറോ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു n ഇ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് n ഈക്വൽ ടു u ബൈ ഇ എന്ന് എഴുതാം. അതെടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഉത്തരമായി. മനസ്സിലായോ മാഹിർ? ആവറേജ് എനർജി നമുക്ക് കുറെ സ്റ്റേറ്റ് വന്നിട്ട് ആവറേജ് എനർജി എന്ന് പറഞ്ഞാൽ N1 ഇൻറ്റു E1 പ്ലസ് N2 ഇൻറ്റു E2 പ്ലസ് എക്സെട്ര, അത്രേ ഉള്ളൂ.
ഓക്കെ, ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ, ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ദെൻ നമുക്ക് ഫൈനൽ ആൻസർ ഇങ്ങനെ വരും. S ഈക്വൽ ടു KB log n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ സ്മോൾ n പകരം U/E ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് U/E ഫാക്ടോറിയൽ. അതാണ് ആൻസർ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മൾ ഇത്രയും നേരം പ്രോബ്ലം ചെയ്ത ഇക്വേഷൻ നമ്മൾ എവിടെ നിന്ന് പഠിച്ച ഇക്വേഷൻ? റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ്. S ഈക്വൽ ടു KB log omega. ഇനി നമ്മൾ ഒരു റിലേഷൻ ബിറ്റ്വീൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ റിലേഷൻ ബിറ്റ്വീൻ എൻട്രോപ്പി ആൻഡ് പ്രോബബിലിറ്റി. എളുപ്പമാണ്. ഈ ഒമേഗനെ പ്രോബബിലിറ്റി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. എങ്ങനെയാന്ന് നോക്കാം. കൺസിഡർ four energy states. Consider 4 energy states with energy E1, E2, E3, E4 with N1, N2, N3, N4 number of particles respectively. Let P1, P2, P3, P4 be the probability of each state. Each state. Then if n is the total number of particles, ഒന്നുമില്ല, ഇത്ര നമ്മൾ ഒരു ഡിഫൈൻ ചെയ്തതാണ്. നമ്മൾ എന്ത് ഡിറൈവ് ചെയ്യുമ്പോഴും കുറെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുമല്ലോ. ഓരോ സ്റ്റേറ്റിന്റെ എനർജി E1, E2, E3, E4 എന്നാണെന്ന് വിചാരിക്കുക. അതിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് N1, N2, N3, N4 ആണെന്ന് വിചാരിക്കുക. ഓരോ സ്റ്റേറ്റിനും പ്രോബബിലിറ്റി ഉണ്ടാവും. അത് P1, P2, P3, P4 ആണെന്ന് വിചാരിക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് N ആണ്. അപ്പൊ P1 നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് N ആണെങ്കിൽ P1 എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ N1 by N. P2 എന്ന് പറയുന്നതോ N2 by ക്യാപിറ്റൽ N. P3 എന്ന് പറയുന്നത് N3 by ക്യാപിറ്റൽ N. P4 എന്ന് പറയുന്നത് N4 by ക്യാപിറ്റൽ N. ഇൻ ജനറൽ നമുക്ക് സ്റ്റേറ്റ് ഇവിടെ 4 സ്റ്റേറ്റ് എടുത്തിട്ടുള്ളൂ.
ഒരു എസ് നമ്പർ ഓഫ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇൻ ജനറൽ പ്രോബബിലിറ്റി ഈക്വൽ ടു ns ഡിവൈഡ് ബൈ n. അതായത് എസ് സ്റ്റേറ്റ് ആണ്, എസ് സ്റ്റേറ്റിലുള്ള പ്രോബബിലിറ്റി. അവിടെയുള്ള പാർട്ടിക്കിൾ ns ആണെങ്കിൽ ns ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് എസ് സ്റ്റേറ്റിലുള്ള പ്രോബബിലിറ്റി. ദെൻ നമ്മൾ എൻട്രോപ്പിയുടെ ഇക്വേഷൻ എഴുതുവാണ്, എസ് ഈക്വൽ ടു കെ ബി ലോഗ് ഒമേഗ. പിന്നെ ഓക്കെ, ഒമേഗ നമുക്ക് എസ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഒമേഗനെ നമുക്ക് ലോഗ് ക്യാപിറ്റൽ N ഫാക്ടോറിയൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ എക്സെട്ര അപ് ടു ns ഫാക്ടോറിയൽ. ജനറൽ കേസ് ആണ് പറഞ്ഞത്. നമുക്ക് എസ് നമ്പർ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, എസ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ഇതിനെ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു കെ ബി ലോഗ് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ അടിയിൽ മൾട്ടിപ്ലിക്കേഷന് പൈ ഓവർ ഐ എൻ എസ് എൻ ഐ പൈ ഓവർ എസ് എൻ എസ് ഫാക്ടോറിയൽ എഴുതാം. ഇതിനെ ഞാൻ സ്റ്റെർലിംഗ്സ് ഫോർമുല ഉപയോഗിക്കാൻ പോവാണ്. ഇതില് സ്റ്റെർലിംഗ്സ് ഫോർമുല എന്തായിരുന്നു? ലോഗ് n ഫാക്ടോറിയൽ ഈക്വൽ ടു n ലോഗ് n മൈനസ് n. സ്റ്റെർലിംഗ്സ് ഫോർമുല ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതണമല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു കെ ബി പുറത്തെടുത്താൽ ലോഗ് n ഫാക്ടോറിയൽ മൈനസ് ലോഗ് പൈ ഓവർ എസ് എൻ എസ് ഫാക്ടോറിയൽ. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയണം. ലോഗ് പൈ ഓവർ എസ്, പൈ ഓവർ ഐ, അതായത് ലോഗ് പൈ ഓവർ എസ് ഇതെന്ന് പറഞ്ഞാലേ ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എസ്. അങ്ങനെ എഴുതാൻ പറ്റും, സമ്മേഷൻ ഓവർ എസ് ലോഗ്. നമുക്ക് ലോഗ് എ ബിനെ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതിക്കൂടെ? അത്രേ ഉള്ളൂ. ലോഗ് മൾട്ടിപ്ലിക്കേഷനെ സമ്മേഷൻ ലോഗ് എന്ന് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ലോഗ് മൾട്ടിപ്ലിക്കേഷൻ പൈ എന്ന് പറഞ്ഞാലും മൾട്ടിപ്ലിക്കേഷൻ ആണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ആണ്. ലോഗ് മൾട്ടിപ്ലിക്കേഷനെ നമുക്ക് സമ്മേഷൻ ഓവർ എക്സ് ലോഗ് എന്ന് എഴുതാൻ പറ്റും. ആ സാധനം ഇവിടെ ഉപയോഗിക്കണം. Then which is equal to kb log n factorial minus summation over s log ns factorial. ഇതിന് സ്റ്റെർലിംഗ്സ് ഫോർമുല സപ്ലൈ ചെയ്ത kb n log n minus n minus summation over s ns log ns minus ns, which is equal to kb n log n minus n minus summation over s ns log ns minus of minus plus വരും summation over s ns. summation over s ns എന്ന് പറഞ്ഞാൽ എന്താ? n1 plus n2 plus n3 ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇതും ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, രണ്ടും കട്ട് ചെയ്തു. which is equal to kb n log n minus summation over s ns log ns. നമ്മൾ പ്രോബബിലിറ്റി പറഞ്ഞായിരുന്നു, പ്രോബബിലിറ്റി ഈക്വൽ ടു എസ് സ്റ്റേറ്റിലുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ns ഡിവൈഡ് ബൈ ക്യാപിറ്റൽ N. അതിൽ നിന്ന് ns ഈക്വൽ ടു പി ഇൻറ്റു ക്യാപിറ്റൽ N എന്ന് എഴുതിക്കൂടെ? അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. S equal to
kb into n log n minus summation over s ps n. ഇത് പ്രോബിലിറ്റി എസ്ത് സ്റ്റേറ്റിലുള്ള പ്രോബിലിറ്റി ആണ് പി എസ്. സമ്മേഷൻ ഓവർ എസ് പി എസ് എൻ ലോഗ് പി എസ് എൻ. ഇത് കിട്ടിയോ? ഞാനിവിടെ എൻ എസിന് പി എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പ്രോബിലിറ്റി ഈക്വൽ ടു എൻ എസ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അത് എടുത്തിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എസ് ഈക്വൽ ടു കെ ബി എൻ ലോഗ് എൻ മൈനസ് സമ്മേഷൻ ഓവർ എസ് പി എസ് എൻ ലോഗ് പി എസ് മൈനസ് സമ്മേഷൻ ഓവർ എസ് പി എസ് എൻ ലോഗ് എൻ. ഇവിടെ എന്താ സംഭവിച്ചത്? ലോഗ് എ ബിനെ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് ഞാൻ എഴുതി. ഇവിടെ മൈനസ് വരാൻ കാരണം വെളിയിലൊരു മൈനസ് ഉണ്ട്, ആ മൈനസ് അകത്തേക്ക് കയറിയതാണ്. ഈ ടേമിലെ ക്യാപിറ്റൽ എൻ കോൺസ്റ്റന്റ് അല്ലേ? ഇവിടെ ആകെ സമ്മേഷൻ ഓവർ പി എസ് ഉള്ളൂ. സമ്മേഷൻ ഓവർ പി എസ് എന്ന് പറഞ്ഞാലേ 1 ആണ്. അപ്പം ഈ ടേം 1 ആയി പോകും. ദെൻ എൻ ലോഗ് എൻ മൈനസ് എൻ ലോഗ് എൻ ഉണ്ട്, അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു പോകും. ഈ എടുത്ത പോയിന്റ് മനസ്സിലായല്ലോ? നമ്മൾ ഇതിനെ ലോഗ് എ ബി എന്നുള്ളത് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. രണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. അത് കഴിഞ്ഞിട്ട് ടോട്ടലി ഒരു മൈനസ് ഉള്ളത് കൊണ്ട് രണ്ടിനും മൈനസ് വന്നു. ഈ ടേം ഈ ടേം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, ആകെ ഇത് മാത്രമേ മാറുകയുള്ളൂ. സമ്മേഷൻ ഓവർ പി എസ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ടോട്ടൽ പ്രോബിലിറ്റി 1 ആവണമല്ലോ. then s equal to kb n log n minus summation over s ps n log ps minus n log n. ഇത് രണ്ടും കട്ട് ചെയ്തു പോകും. then s equal to minus summation over s ps kb ഉണ്ട്, ഓക്കെ, മൈനസ് കെ ബി, ഞാൻ ഈ കെ ബിനകത്തേക്ക് എടുത്തു, സമ്മേഷൻ ഓവർ എസ് പി എസ് പി എസ് എൻ ലോഗ് പി എസ്. ഇതാണ് എൻട്രോപ്പി ഓഫ് ദ ടോട്ടൽ സിസ്റ്റം. എൻട്രോപ്പി ഓഫ് ദ ടോട്ടൽ സിസ്റ്റം. ഞാൻ ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാലേ, ഈ ക്യാപിറ്റൽ എന്നിനെ കോൺസ്റ്റന്റ് അല്ലേ, വെളിയിൽ എടുക്കാം. മൈനസ് കെ ബി എൻ സമ്മേഷൻ ഓവർ എസ് പി എസ് ലോഗ് പി എസ് മൈനസ് കെ ബി എൻ സമ്മേഷൻ ഓവർ എസ് പി എസ് ലോഗ് പി എസ്. ഇനി എൻട്രോപ്പി ഓഫ് ദ സിംഗിൾ സിസ്റ്റം അല്ലെങ്കിൽ വൺ സിസ്റ്റം ആണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എങ്കിൽ എൻട്രോപ്പി പെർ സിസ്റ്റം ആണെങ്കിൽ entropy of the total system divided by capital N, which is equal to minus kb summation over s ps log ps. entropy per system. entropy per system ആണ് എപ്പോഴും ചോദിക്കാറ്. വ്യത്യാസമൊന്നുമില്ല, ഒരു n വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണല്ലോ. entropy per system. എൻട്രോപ്പിയുടെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആവില്ല കേട്ടോ. എൻട്രോപ്പിയുടെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്.
ഇവിടെ പക്ഷെ നെഗറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവ് ഈ ലോഗ് വാല്യൂ എടുക്കുമ്പോൾ ലോഗിന്റെ വാല്യൂ ലോഗ് പി എസ് എപ്പോഴും നെഗറ്റീവേ വരുള്ളൂ. ആ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. പി എസ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി അല്ലേ, പ്രോബിലിറ്റിയുടെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കേ ഉള്ളൂ. 0ക്കും 1നും ഇടയ്ക്ക് ലോഗ് എടുത്താലും നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. ആ നെഗറ്റീവും ഫ്രണ്ടിലുള്ള നെഗറ്റീവും ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. ദെൻ എൻട്രോപ്പി പെർ സിസ്റ്റം എന്ന് പറയുന്നത് മൈനസ് കെ ബി സമ്മേഷൻ ഓവർ എസ് പി എസ് ലോഗ് പി എസ് ആണ്. എൻട്രോപ്പി ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇക്വേഷന് ഡെറിവ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. ഡെറിവേഷൻ ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവസാനത്തെ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഡെറിവേഷൻ പിന്നെ ഓർത്തിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. വെറുതെ ഒന്ന് കണ്ടു പഠിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഡെറിവേഷൻ. ഓക്കെ, ഓക്കെ, ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എന്നാ ഞാൻ ക്ലാസ് വേറെ ടോപ്പിക് ഒന്നും എടുക്കുന്നില്ല. ഇതേ ഉള്ളൂ. ഡൗട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ലീവ് ചെയ്തോളൂ. ഞാൻ മറ്റേ ഇന്നലത്തെ ഒക്കെ ക്ലാസ് അപ്ലോഡ് ചെയ്തോളാം കേട്ടോ. ഇത്ര എടുക്കുന്നോളൂ ഞാൻ